ഇപ്പൊ നമ്മളിപ്പോ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ റേഡിയോയിലൊക്കെ പണ്ട് ആകാശവാണിയിലൊക്കെ നമുക്ക് ആ വോയിസ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത് ആ ആരാന്ന് പോലും. സാധ്യതയിൽ നിന്നൊക്കെ ടി വി നമ്മൾ ഒരുപാട് മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ റേഡിയോയുടെ ഒരു അതെ, സമയം, റേഡിയോയിൽ നമുക്ക് ചിരപരിചിതരായിട്ടുള്ള ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ആൾക്കാർ, ശബ്ദക്കാരുണ്ടായിരുന്നു. അതെ, സത്യം. രാമചന്ദ്രൻ സാറ് ഈ കഴിഞ്ഞിടക്കാണ്, അദ്ദേഹത്തിന് പ്രണാമം. അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ കണ്ടത് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതെ, അല്ലേ. അതെ, 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 സത്യം. ടി പി രാധാമണി ഏറ്റവും വലിയ ശബ്ദതാരമായിരുന്നു. അതെ, നമ്മൾ ആ ശബ്ദത്തിലൂടെ ആ മാത്രമാണ് അവരുടെ യെസ്, മുഖം അവരുടെ മുഖം. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നു. കണ്ടില്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ മനസ്സിലാക്കിയെടുക്കാൻ, അവരുടെ പോപ്പുലാരിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ പറ്റില്ല. വിശ്വസിക്കുന്നു. അതെ, സത്യം, സത്യം. കാണുക, പിന്നെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തേണ്ടവനാണ് കലാകാരൻ. അതെ, അതെ, അതെ. അവസരങ്ങളാണ് പ്രധാനം. അവസരങ്ങൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആ, ആയിട്ട് കണ്ട് കണ്ട് അത് അതിൽ കയറി കൊളുത്തി പിടിച്ചിട്ട് കയറി പോകണം. അതെ, അല്ലെങ്കിൽ അതെ, നമ്മളെ മനസ്സിലാവില്ല, എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവന് സത്യം. കലാകാരനാണെങ്കിലോ അവന് അവസരം കിട്ടിയിരിക്കണം. അവസരം കിട്ടിയിരിക്കണം. ഒരു കലാകാരൻ്റെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോഴായിരിക്കുള്ളൂ, അയ്യോ എത്ര നല്ല വലിയ മനുഷ്യനായിരുന്നു, ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല, വലിയ നിലയിലെത്തേണ്ട ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് മരിച്ചു കഴിയുമ്പോഴേ പറയുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ അർഹിക്കുന്ന അംഗീകാരങ്ങളോ അവസരങ്ങളോ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അല്ലേ, പിന്നെ ഒരുപാട് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉം.